ഷാനവാസും ആദിലയും നൂറയും തമ്മിൽ കഴിഞ്ഞ ദിവസം രാവിലെ നടന്ന സംസാരമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ജിസേൽ തന്റെ അടുത്ത് ലവ് ട്രാക്ക് ഉൾപ്പെടെ എന്ത് തന്ത്രമെടുത്താലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി പറയുകയാണ് ആദിലയും നൂറയുമായുള്ള സംഭാഷണത്തിനിടയിൽ ഷാനവാസ്. ജിസേലിന് ഷാനവാസിനോടുള്ള സമീപനം പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ഷാനവാസിനോട് ജിസേലിന് ക്രഷ് ഉണ്ടെന്ന നിലയിലാണ് പ്രതികരണങ്ങൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ആദിലയും നൂറയും അനുമോളും ഇരുന്ന് സംസാരിക്കുമ്പോൾ ജിസേലിന് ഷാനവാസിനോട് താല്പര്യമുണ്ടെന്ന നിലയിൽ പറഞ്ഞിരുന്നു. ഇതാണ് ആദിലയും നൂറയും ഷാനവാസിനോട് സംസാരിച്ചത്. തന്നെ കൊടുക്കാനാണ് ജിസേൽ പല വിധത്തിലും ശ്രമിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഷാനവാസ് ഇവരോട് മറുപടിയായി പറയുന്നത്. ജിസേൽ എനിക്ക് ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് തരാറുണ്ട്, ഞാനത് കഴിക്കാറുമുണ്ട്. അതെനിക്ക് ഇവിടെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലാതെ ജിസേലിനോട് എന്തെങ്കിലും താല്പര്യമുണ്ടായിട്ടല്ല. ജിസേലിൻ്റെ സ്വഭാവം എനിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ജിസേലും ആ ഗ്രൂപ്പും ചേർന്ന് എന്നെ കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഷാനവാസ് പറയുന്നുണ്ട്. ഇതിനൊപ്പം ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂവിൽ കയറിയ സമയത്ത് ഹൗസിനുള്ളിൽ ഒരു ലവ് ട്രാക്കിന് ശ്രമിക്കുമോ എന്ന ചോദ്യത്തിന് ഷാനവാസ് നൽകിയ മറുപടിയും ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. ഒരു ലവ് ട്രാക്കുമായി ആരെങ്കിലും വന്നാൽ പോയി പണി നോക്കാൻ പറയുമെന്നാണ് താൻ മറുപടി നൽകിയതെന്നും ഷാനവാസ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ജിസേലിനെയും ആര്യനെയും കുറിച്ചും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം അനുമോൾ പറയുന്നുണ്ട്. ജിസേലും ആര്യനും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു, എന്നാൽ ഇവർക്കിടയിൽ ഒരു കള്ളത്തരം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ് അനുമോൾ തുറന്നടിച്ച് പറഞ്ഞത്. ഇത്രയും ദിവസം ഇവനും ഇവൾക്കും ഒരു ലൈഫ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താനൊന്നും മിണ്ടാതിരുന്നത് എന്നാണ് അനുമോൾ പറയുന്നത്. ഇരുവരും പുതപ്പിനുള്ളിൽ കയറി മറ്റൊരു തരത്തിൽ പെരുമാറിയെന്നാണ് അനുമോൾ പറയുന്നത്. അനുമോളുടെ ഈ ആരോപണം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.